അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റൺ എന്ന വ്യക്തി തൻ്റെ കവിതയായ ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള കവിതയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ 2 കൈവഴികൾ അദ്ദേഹം കാണുകയാണ്. ഒന്ന് ഇടത്തോട്ടും മറ്റൊന്ന് വലത്തോട്ടും. ഇടത്തെ വഴിയിലേക്ക് നോക്കുമ്പോൾ അനേകം ജനങ്ങൾ അതിലെ പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. എന്നാൽ വലത്തെ വഴിയിലേക്ക് നോക്കിയപ്പോൾ അത് കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴി, ആരും ഇതുവരെയും അധികം സഞ്ചരിക്കാത്ത ഒരു വഴി, ആരും പോകുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വഴി. പക്ഷെ അദ്ദേഹം ഈ 2ാമത്തെ വഴി തിരഞ്ഞെടുക്കുകയാണ്. തൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുവാൻ ഈ ഒരു യാത്ര തനിക്ക് ഉപകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും തൻ്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു, ഈ 2 കൈവഴി, ഇടത്തും വലത്തും ഉള്ള കൈവഴി, അത് മനുഷ്യൻ്റെ 2 തലങ്ങളാണ്. ഒന്ന് ബാഹ്യമായിട്ടുള്ളത്, മറ്റൊന്ന് ആന്തരികമായിട്ടുള്ളത്. നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു യാത്രയാണ്. നമ്മളെപ്പോഴും സഞ്ചരിക്കുന്നത് ഈ ബാഹ്യമായിട്ടുള്ള തലത്തിൽ കൂടിയാണ്. എല്ലാവരും പോകുവാൻ ഇഷ്ടപ്പെടുന്ന അനേകം വ്യക്തികൾ പോകുന്ന ആ ഒരു വഴി, ഇടത്തെ വഴിയിലൂടെ പോകുവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കവി പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള യാത്രയിൽ ഈ ബാഹ്യമായിട്ട് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ വലത്തെ വഴിയിലേക്ക് കടക്കേണ്ടത് ആവശ്യമാണ്. കല്ലും മുള്ളും ചെളിയുമൊക്കെ നിറഞ്ഞ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആന്തരികതയെ തൊട്ടുണർത്തുവാൻ അതിന് സാധിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ ഇങ്ങനെയുള്ള യാത്ര സഹായിക്കും. ആന്തരികമായിട്ട് തനിച്ചുള്ള യാത്ര അത് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കും. അത്തരത്തിലുള്ള യാത്രകളാണ് ഓരോ മഹാത്മാക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ബാഹ്യമായി മാത്രമല്ല, ആന്തരികമായി മുന്നേറുമ്പോഴാണ് നല്ല ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് ജീവിക്കുവാനും ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കാണുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.